നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. മധുരിമയാർന്ന ജീസസ് കിഡ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുസൃതി വിരുന്നുകളും നന്മ വസന്തവും സമ്മേളിക്കുന്ന ലോകം, രസികത നിറഞ്ഞ ചിന്താ കാഴ്ചകളുടെ ചിത്രം കാട്ടിലെ കൂട്ടുകാർ. പ്രിയ സുഹൃത്തുക്കളെ, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വനമുന്നേറ്റ മുന്നണി എന്ന VVMനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. എന്താണെന്ന് വെച്ചാലേ, നമ്മൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അടിമത്തത്തിൽ നിന്നുള്ള ഒരു വിടുതലായിട്ട് മാറണം ഈ തെരഞ്ഞെടുപ്പ്. ഈ അവസരം മുതലാക്കാൻ പോവാണ് നമ്മളിപ്പോ. ഗംഭീർ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കുറിഞ്ഞിമലയില് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴെല്ലാം വിജയിക്കുന്നത് കോവർ കഴുതയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊന്നും അറിയില്ലാന്ന്. മാറുന്ന കാലാവസ്ഥയെ കുറിച്ചോ ഓസോൺ പാളിയുടെ തകർച്ചയെ കുറിച്ചോ ആഗോള താപനത്തെ കുറിച്ചോ ഒന്നും. ഇതിനെല്ലാം മറുപടി പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ്. അല്ല, ഈ ഓസോൺ പാളിയും ആഗോള താപനവും എങ്ങനെയാണ് നമ്മുടെ കുറിഞ്ഞിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? അത് പിന്നെ ഈ മലയിൽ പണ്ടത്തെ പോലെ പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നുണ്ടാ? മണ്ണിനടിയിൽ കിഴങ്ങുകൾ എത്ര കുറഞ്ഞിരിക്കണ്. ഇതെല്ലാം ഈ ആഗോള താപനത്തിന്റെ ഫലമാണെന്ന്. ഇതിനെതിരെ പൊരുതാനും ലോക വനസമ്മേളനത്തിൽ നമ്മെ പ്രതിനിധീകരിക്കാനും ശക്തനും വിദ്യാസമ്പന്നനുമായ ഒരാള് വേണ്ടേ? അവിടെ പോയി സ്ഥിരമായി ജയിക്കുന്ന ഈ കോവർ കഴുതിയാശൻ എന്ത് പറയാന് എന്ന് പറഞ്ഞ പോരല്ലോ, കാര്യങ്ങൾ നടക്കണ്ടേ? അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പപ്പീസ് ചോദിച്ചതുപോലെ അർത്ഥവത്തായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കേ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് നമ്മുടെ ലെംബോ സാറിന്റെ വീട്ടിൽ ചേർന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ലെംബോ സാറിനെ പോലൊരു സ്ഥാനാർത്ഥി ഈ കുറിഞ്ഞുമലയില് മറ്റൊരു പാർട്ടിക്കും ഉണ്ടായിരിക്കില്ലെന്നേ. ഈ മലയിൽ ജനിച്ചു വളർന്ന് നമ്മുടെ കലാലയത്തിൽ നമ്മെ പഠിപ്പിച്ച് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ ലെംബോ സാർ തന്നെയാകട്ടെ ഈ വട്ടം VVMന്റെ സ്ഥാനാർത്ഥി. അല്ല, ഇതെന്ത് കഥയാ? നിങ്ങൾ ഈ യോഗം ചേർന്നത് ഇതിനു വേണ്ടിയായിരുന്നു. ഒരു സ്ഥാനാർത്ഥിയാകാനൊന്നും എന്നെ കിട്ടത്തില്ല. മാത്രവുമല്ല, എനിക്കാണെങ്കിൽ രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടുമില്ല. തെരഞ്ഞെടുപ്പിൽ നിൽക്കാനും വിജയിക്കാനും വലിയ രാഷ്ട്രീയക്കാരനാകണമെന്നൊന്നും ഇല്ലെന്നേ. അതെല്ലാം ഞങ്ങൾ ഏറ്റു. അതെ അതെ അതെ, അതൊക്കെ ഞങ്ങൾ ഏറ്റു. ലെംബോ സാറിന് പ്രായമായില്ലേ, കാലിനാണെങ്കിൽ അസുഖവും. ഈ അവസ്ഥയില് മത്സരിക്കാൻ പറ്റുമോ? ഇവിടെ ജയിലിൽ കിടക്കുന്നവനും എണീറ്റ് നടക്കാൻ പറ്റാത്തവനും തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തുകൊണ്ടാ അങ്ങനെ ചെയ്യണത്? ജയിച്ചാൽ കിട്ടുന്ന പേരും പ്രശസ്തിയും ഇതെല്ലാം ചുമ്മാ വീട്ടിലിരുന്നാ കിട്ടില്ലല്ലോ. നമ്മുടെ പ്രശസ്ത താരമായ കച്ചിൻ ഓഡിയോൽക്കർ പറഞ്ഞതുപോലെ, നാളിതുവരെ ക്രിക്കറ്റ് മാത്രമായിരുന്നു എന്റെ ജീവിതം. ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പുതിയൊരു ജീവിതമാണ് എന്റേത്. എന്നിട്ട് എന്തായി? ഇന്ന് നമ്മുടെ കച്ചിൻ ഒരു ഓലപ്പന്ത് ടീമിന്റെ ഉടമസ്ഥൻ കൂടിയാണ്. അതന്നെ, അതാണ് കാര്യം. അപ്പോ നമ്മുടെ ലംബോ മാഷ് തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി. വീരോ വീരോ ലംബോ മാഷ് ധീരതയോടെ നയിച്ചോളൂ.
മതി മതി ഇരിക്കൂ ഇരിക്കൂ നിങ്ങൾ ഇരിക്കൂ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ സാറേ? എനിക്കാണേൽ 80 വയസ്സായി. എന്റെ വലത് കാലിന് നല്ല നീരുമുണ്ട്. അതുകൊണ്ട് വലിയ പ്രവർത്തനത്തിനൊന്നും എന്നെ കിട്ടത്തില്ല. നിങ്ങൾ പറഞ്ഞതിൻ പ്രകാരം ഞാൻ മത്സരിക്കുന്നു. പക്ഷെ നന്നായി പ്രവർത്തിച്ച് എന്നെ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അത് തീർച്ചയായും തിരഞ്ഞെടുപ്പ് തീരുന്നത് വരെ ഞങ്ങൾ ലെംബോ സാറിന്റെ ഒപ്പമാണ്. ഓ ആ ഞാനും വാക്ക് തരുന്നു. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ യോഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി നമ്മൾ കടുത്ത വർക്കിലാണ്. എല്ലാവരും ചലോ ഫോർ വർക്ക്. എന്നാ പോയേക്കാം. നോട്ടു ഇലക്ഷൻ മാർക്കിന് കാണണം കേട്ടോ. കപിലെ പഴയ പോലെ ഉഴപ്പൊന്നും ചെയ്യരുതേ. ഇലക്ഷനായി കാര്യം കോവർ കഴുതിയാശാൻ മണ്ടനാണെങ്കിലും തുടർച്ചയായിട്ട് വിജയിക്കണതുകൊണ്ട് മൃഗങ്ങൾക്ക് കഴുതിയാശാന് നല്ല വിശ്വാസ. തന്നെയല്ല കുറച്ച് കാശ് എറിഞ്ഞാലേ മത്സരം കൊഴുപ്പിക്കാൻ പറ്റൂ. എന്റെ പെങ്ങളുടെ കാതിക്കമ്മൽ പണയപ്പെടുത്തിയായാലും നമ്മൾ ലെംബോ സാറിനെ വിജയിപ്പിക്കും. പപ്പീസ് എന്തിനാ എനിക്ക് വേണ്ടി പണം ചെലവാക്കുന്നത്? അതൊന്നും വേണ്ട. കുറച്ച് പണം ഞാൻ തരാം. നിങ്ങൾ അത്യാവശ്യത്തിന് മാത്രമേ അത് ചെലവഴിക്കാവൂ കേട്ടോ. തീർച്ചയായും സാറേ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? തെരഞ്ഞെടുപ്പ് തീരണ വരെ ലംബോമോഷനെ പറ്റിച്ച് നമ്മൾ ഫുൾ പുട്ടടിക്കും. ഓക്കെ ഡബിൾ ഓക്കെ. ദേ പ്രചരണത്തിലോ നോട്ടീസിലോ ഒരിക്കലും എതിരാളിയെ കുറ്റം പറയരുത്. അത്തരം ഒരു വിജയം നമുക്ക് ആവശ്യമില്ല. പിടിക്കൂ. അത് പിന്നെ പറയാനുണ്ട്. അതെ. ലംബു സാർ വരുമ്പോൾ ചരിത്രം വഴിമാറും. അതായിരിക്കും നമ്മുടെ മെയിൻ ടൈറ്റിൽ. Very good. വായു പപ്പീസേ, നമുക്ക് പോസ്റ്റർ അടിക്കണം, എന്തൊക്കെ പണി കിടക്കണം. വേഗം പോ. അപ്പൊ സാറേ വന്നിട്ട് കാണാം. എല്ലാം നന്നായാ മതിയായിരുന്നു. എന്തായാലും നിന്റെ ഐഡിയ കൊള്ളാം. എത്ര കാലമെന്ന് വെച്ചാ ആ കോവർ കതിയാശനെ കൊണ്ടടക്കണത്. കാൽക്കാശിന് വകയില്ലാത്തൊരു നേതാവ്. എത്ര കാലമായി വനപ്രതിനിധിയായിട്ട്, എന്നിട്ടും ഒരു 5 പൈസയുടെ വകുപ്പുണ്ടാക്കാത്തൊരു മാന്യൻ. ഓ അതുകൊണ്ടാണ് ഗംഭീർ ഈ കളി കളിച്ചതല്ലേ? പിന്നല്ലാണ്ട് ലംബു സാറാകുമ്പോ നമ്മൾ അങ്ങോട്ട് ചെന്ന് നിന്ന് കൊടുത്താൽ മതി. ദാ ഇതുപോലെ പണം ഇങ്ങോട്ട് വന്നുകൊണ്ടേ. ഇനിയിപ്പൊ പ്രചരണത്തിന് ഇത് പോകാതെ ഇതോട്ട് അടിച്ചു പൊളിക്കാം അല്ലേ? അങ്ങനെയല്ലെന്ന്, നാം പ്രചരണം നടത്തണം. പ്രചരണം കൂടുന്നതിനനുസരിച്ച് ദാ ഇതുപോലെ മണീസ് നാം വാങ്ങിക്കൊണ്ടിരിക്കും. അപ്പോ ഡബിളിപ്പക്കോട്ടാ കിട്ടുകരടിയുടെ തട്ടുകടയിലേക്ക് നമ്മുടെ ലക്ഷ്യം പൊറോട്ടയും ബീഫ് കറിയും. ബീഫോ? ബീഫ് വേണ്ട, ഗോപി മഞ്ചൂരി മതി. ഗോപി മഞ്ചൂരി പോ. ആദ്യം ഉണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പിനോട് എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ കുറച്ചങ്ങോട്ട് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോ എന്താ ഒരു ത്രില്ല്. രാത്രി വീടിന് പുറത്തിറങ്ങുന്നത് തന്നെ ആദ്യമായിട്ടാ. രാത്രി കറങ്ങി നടക്കുന്നത് ഒരു സുഖം തന്നെയാട്ടോ. കണ്ടില്ല, ഇതാണ് രാഷ്ട്രീയം. ഇതിലേക്ക് ഇറങ്ങണ വരെ ഒരു മടുപ്പൊക്കെ കാണും. ഇറങ്ങിക്കഴിഞ്ഞാല പിന്നെ ഇതൊരു തരം ലഹരിയാണ്. ഞങ്ങൾ ഇത് എത്ര കണ്ടിരിക്കുന്നു. മടിച്ചു നിന്ന് എത്ര പേരെയാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ എത്തിച്ചതെന്ന് അറിയാമോ? അല്ല, നമ്മുടെ മോട്ടു എവിടെ? മോട്ടുവിനെ കുറച്ചു നാളായി കണ്ടിട്ട്. അവൾക്ക് ഇതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമില്ലെന്നേ. അവൾ ആമസോണിന്ന് വന്നതല്ലേ. ഓ, എങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മോട്ടുമായിരിക്കും നമ്മുടെ സ്ഥാനാർത്ഥി. നാടുന്നത് തന്നെ. ഇത്ര വിദ്യാസമ്പന്നനായ ലംബോ സാറിനെ സ്ഥാനാർത്ഥിയാക്കാമെങ്കിലാണോ പാവം പിടിച്ച മോട്ടു? അതിനാണ് ബുദ്ധി. അത് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ദേ നോക്കിയേ, നമ്മുടെ കപിൽ. ഈ പുലർച്ചയ്ക്ക് തന്നെ കപിൽ പഴക്കൊലയുമായി ഇറങ്ങിയതാണല്ലേ? മാർക്കറ്റിൽ നേരത്തെ പോയിട്ട് വേണം ഇലക്ഷൻ വർക്കിന് വരാൻ. അതൊന്നും വേണ്ടെന്ന്. ഈ കൊല വിൽക്കാനുള്ളതല്ലേ, അത് ഞങ്ങൾ അങ്ങോട്ട് എടുത്തു. അപ്പോ ഇതിന്റെ പണം ആര് തരും? അയ്യടാ, ഇലക്ഷൻ ഫണ്ടിലേക്കുള്ള സംഭാവനയാ. വിട് ഇങ്ങതാ ഈ പന്തം പടി. എന്റെ കാശ് പഴം ഇലക്ഷൻ വർക്ക് കഴിഞ്ഞ് കഴിക്കാം. ഒരു ആ, കൊല കെട്ട്, പഴം. കെട്ട്. നോക്കി നിൽക്കാതെ പെട്ടെന്നാകട്ടെ. ഒരുപാട് സ്ഥലത്ത് കെട്ടാനുണ്ട്. ഓ, അങ്ങ് കാണിച്ചു കൊടുക്ക വെളിച്ചം. കുറച്ചുകൂടി പൊങ്ങട്ടെ. ആ കുറച്ചു. ആ മതി. അവിടെ നിൽക്കട്ടെ. ഈ കൊടി എന്നെ പിടിച്ചേ. ഇനി ആ കൊടി അങ്ങ് തന്നെ. ഈ കൊടി പിടി. അടിപൊളി. ഇനി കൊടി ഇവിടെ കുത്തണം. ആ പീലി ആ കൊടിയായിട്ട് പിന്നിൽ വെച്ചേക്ക്. അടിപൊളി.
ആ ഓ അങ്ങനെ ഈ കൊടി എവിടെ വന്നു? ഇനിയോ? ആ അതവിടെ വെച്ചല്ലോ. ഓക്കേ. ഇത് ഇവിടെ വെക്കാം. അങ്ങനെ ഒരു പോട് ഇപ്പൊ സൂപ്പറാവും. തൽക്കാലം ഇത്രയൊക്കെ മതി. ആ ബോഡി ശരിയായില്ലേ? വനമുന്നേറ്റ മുന്നണി സ്ഥാനാർത്ഥി ലെമ്പോ മാഷിനെ വിജയിപ്പിക്കുക. നമ്മുടെ ചിഹ്നം മാങ്ങ. കൊള്ളാം. എന്റെ പിള്ളേര് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. വീര വീര ലംബോ സാരെ ധീരതയോടെ നയിച്ചോളൂ. ധീര വീര ലംബോ മാഷെ ധീരതയോടെ നയിച്ചോളൂ. വീര ലംബോ സാരെ ധീരതയോടെ നയിച്ചോളൂ. ധീര വീര ലംബോ മാഷെ ധീരതയോടെ നയിച്ചോളൂ. വീര ലംബോ സാരെ ധീരതയോടെ കൊള്ളാം. നിങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. വർക്കൊക്കെ എങ്ങനെ പോകുന്നു? നല്ലതുപോലെ പോകണുണ്ട്. അതെ, അതെ. പക്ഷെ പണാണ് പ്രശ്നം. അതെ അതെ. കുറിഞ്ഞിമലയിലും മുക്കിലും മൂലയിലും പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാനേ ഒത്തിരി പണം ചെലവായി. കുറച്ചുകൂടി പണം കിട്ടിയിരുന്നെങ്കിലേ സൂപ്പറായേനെ. എന്റെ കാലിന്റെ മുട്ടിന് വേദനയുള്ളതിനാലാ ഞാൻ പ്രചരണത്തിൽ ഇറങ്ങാത്തത്. നിങ്ങൾക്കതില് വിഷമമൊന്നുമില്ലല്ലോ? എന്ത് വിഷമം? ലംബോ മാഷ് വരാതിരിക്കുന്നതാ ഞങ്ങളുടെ ശക്തി. ഞാൻ വരാതിരിക്കുന്നത് അത് ലംബു സാറ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കുന്നു. അതാണ് പപ്പീസ് ഉദ്ദേശിച്ചത്. നമ്മുടെ എതിർ സ്ഥാനാർത്ഥി കോവർ കഴുതി ആശ എന്ത് പറയുന്നു? നല്ല ഒന്നന്തരം പ്രവർത്തനമാണ് കോവറേഷൻ നടത്തുന്നത്. പക്ഷേ നമ്മുടെ ഹൈടെക് പ്രവർത്തനത്തിന് മുമ്പില് ആശാന്റെ പ്രവർത്തനം മുങ്ങിപ്പോവും. എന്നാ ഞാൻ വീട്ടിൽ പോയി പണം എടുത്ത് വരാം. പടവരട്ടെ പടവരട്ടെ വേഗം പടവരട്ടെ. അല്ലെങ്കിൽ നിങ്ങളും വാ വീട്ടിലേക്ക്. ശരി. പിന്നെ എനിക്ക് ഇങ്ങോട്ട് മടങ്ങി വരണ്ടല്ലോ. പണം സൂക്ഷിച്ച് ചെലവഴിക്കണം കേട്ടോ. പിന്നല്ലാണ്ട് ഒരു നയ പൈസ ഞങ്ങൾ വെറുതെ കളയില്ല കേട്ടോ. അങ്ങനെ വേണം. ഇത് ലാസ്റ്റ്. ഇനി പണം ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഇത് ലാസ്റ്റാണ് ഈ പണം. ഇതുപോലുള്ളൊരു സ്ഥാനാർത്ഥിന് കിട്ടിയാല് നമ്മുടെ കാര്യം കുശലാണ് കേട്ടോ. എന്നാലും ആ ലംബോ സാറിന്റെ കാലിൽ നീര് വന്നത് നമുക്ക് ഗുണമായി. ആകെയുള്ള ഈ 2 ബോർഡ് വെച്ച് എത്ര വട്ടമാ ലംബോ സാറിനെ പറ്റിച്ച് എത്രയോ പണമാ നമ്മൾ അടിച്ചു മാറ്റിയത്. അത് ശരി. അമ്പട വീരന്മാരെ. ലംബോ സാറ് മത്സരിക്കുന്ന വിവരം അറിഞ്ഞ വഴിക്ക് ആ മണ്ടൻ കോവർ കരുതിയാശം പത്രിക പിൻവലിച്ചു. അല്ലെങ്കിൽ കാര്യങ്ങൾ ഒന്നുകൂടി കുശലാക്കായിരുന്നു. അതെപ്പോ സംഭവിച്ചു? നമ്മള് പീലിമൊത്ത ആദ്യത്തെ ബോർഡ് സ്ഥാപിച്ചില്ലേ, അന്ന് തന്നെ പോയിട്ട് കോവർ കരുതിയാശാൻ പത്രിക പിൻവലിച്ചു. ഗുരുവായ മാഷിനോട് മത്സരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട്. എന്തപ്പോ ചെയ്യ? ഓ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലേ. അമ്പട ഇവന്മാര് കൊള്ളാലോ. പക്ഷേ ഈ കാര്യം ലംബോസിനെ അറിയിക്കണ്ടട്ടെ. കുറച്ച് പണം കൂടി അടിച്ചു മാറ്റാൻ ഇനിയിപ്പോ എന്താ ഒരു മാർഗം? അതിനൊരു സിമ്പിൾ ഐഡിയ ഞാൻ പറയട്ടെ. എന്താണ്? ഇപ്പൊ ശരിയാക്കി തരാട്ടോ. അയ്യോ പതുക്കെ 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 നടക്കും. പതുക്കെ അല്ല ഇതെന്താ? എന്ത് പറ്റി? ഇന്നലെ പ്രചരണത്തിന് പോയതാ, കാല് തന്നെ വീണു സാറേ. കയ്യിൽ ഒടിവുണ്ടെന്ന വൈദ്യുതി പറഞ്ഞു. 2-3 മാസത്തേക്ക് പണിക്കൊന്നും പോവാൻ പറ്റില്ല സാറേ. അതുകൊണ്ട് കുറച്ച് പണം വേണമായിരിക്കും. അതെ അതെ അതന്നെ. എന്നാ കൈ നീട്ടിക്കോ. കൈ നീട്ടിക്കോ. കയ്യിലുണ്ടോ? ഇതാ എന്തൊരു വേദന. ഇന്നലെ മോട്ട് വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കെണിയിൽ ഞാൻ വീണു പോകുമായിരുന്നു. അയ്യോ നിങ്ങളുടെ ഗുരുവായ എന്നെ
ഇത്രത്തോളം പറ്റിക്കുമെങ്കിൽ ബാക്കിയുള്ളവരെ നിങ്ങൾ എത്രമാത്രം പറ്റിക്കും? ചേടാ സാറെല്ലാം പറഞ്ഞത് തോന്നുന്നേ. നിങ്ങളെ പോലുള്ള ഇത്തിക്കണ്ണികളാ തെരഞ്ഞെടുപ്പുകളെ ഇത്രമാത്രം മോശമാക്കുന്നത്. കോവർക്കഴുതിയാശാൻ പത്രിക പിൻവലിച്ച വിവരം മോട്ട് വന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങൾ നടത്തിയ പ്രചരണത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ ഞാൻ വിജയിച്ചു കഴിഞ്ഞു. ഏതായാലും നിങ്ങൾക്കെതിരെ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. അയ്യോ സാറേ, ഞങ്ങളെ പോലീസിൽ പിടിപ്പിക്കല്ല സാറേ. സാറിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ആ കാശിന് പകരം അടുത്ത 5 വർഷം സാറിന്റെ അസിസ്റ്റന്റ് ആയി ജോലി ചെയ്തോളാം സാറേ. അത് കൊള്ളാം. നിസ്വാർത്ഥ സേവനമാ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടത്. അതിന് നന്മയുള്ള ഹൃദയം വേണം. ദൈവവിചാരത്തോടെ ജീവിക്കുന്നവർക്ക് അതുണ്ടാകൂ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ എന്റെ അസിസ്റ്റന്റ്. വചനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ചൊൽക്കാഴ്ച. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഓക്കെ ടിങ്കു, നീ എന്നോട് പറഞ്ഞു നിനക്ക് ഒരുപാട് പാട്ടുകളൊക്കെ അറിയാമെന്ന്. ഇന്ന് ഈ കൂട്ടുകാർക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടാമോ? ഞാൻ പാടാം അങ്കിൾ. ഓക്കെ, ഏത് പാട്ടാ പാടാൻ പോകുന്നേ? അങ്കിൾ 1 2 3 പറഞ്ഞാൽ നടക്കണം. 1 2 3 പറയണം. ഓക്കെ, റെഡി? 1 2. നീ ചാടിക്കറി പറയണ്ട കേട്ടോ. 1 2 3 ഞാൻ പറയാം. ഓക്കെ അങ്കിൾ. റെഡി? 1 2. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്യരുത് കേട്ടോ. നീ നല്ല കുട്ടിയല്ലേ? അതെ അതെ. ഓക്കെ, ഇനി 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് പാടാവുള്ളൂ. റെഡി? 1 2 3 സ്റ്റാർട്ട്. എന്തോ ഇങ്ങനെ? സോറി അങ്കിൾ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. പാട്. ഞാടന്നെ. എത്ര എത്ര സുന്ദരം സ്വർഗനാടത്, എന്തോ വാഹനം വന്നെ വല്ലത്. എത്ര എത്ര സുന്ദരം സ്വർഗനാടത്, എന്തോ വാഹനം. എന്ത് മോഹനം? അത്ര അറിയണം. ഓ, അത്ര അറിയുള്ളെന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പം നല്ല പാട്ടായിരുന്നു കേട്ടോ. ടെങ്കുവിന് നന്നായിട്ട് പാടാൻ അറിയാം. കൂട്ടുകാർക്കറിയാമോ? ടെങ്കു നന്നായിട്ട് പാട്ടൊക്കെ പാടും. ഒരുപാട് കഥകളൊക്കെ പറയും. ഓക്കെ, ഈ പാട്ട് എന്തിനെക്കുറിച്ചുള്ളതായിരുന്നു? സ്വർഗത്തെക്കുറിച്ച്. ഓ, സ്വർഗത്തെക്കുറിച്ചുള്ളതായിരുന്നു. സ്വർഗം എന്ന് പറയുന്ന സ്ഥലം വളരെ മനോഹരമാണെന്നാണ് ടെങ്കു പാടിയ പാട്ടിൽ പറയുന്നത്. ഈ സ്വർഗം ഇത്രമാത്രം മനോഹരമായിരിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ ടെങ്കുവിന്? എനിക്ക് അറിയത്തില്ല അങ്കിൾ. അറിയത്തില്ലേ? ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അവിടെയാണ് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം വസിക്കുന്നത്. ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് സ്വർഗമെന്ന് പറയുന്നത്. ആണോ അങ്കിൾ? അതെ. ഈ ദൈവം ആരാണെന്നറിയാമോ? അറിയത്തില്ല. ഈ ദൈവമാണ് ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. കാണുന്ന എല്ലാ വൃക്ഷങ്ങളെയും മലകളെയും തോടുകളെയും കടലും മത്സ്യങ്ങളും മൃഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് ഈ ദൈവമാണ്. എന്നെയും? തീർച്ചയായിട്ടും നിന്നെയും അങ്കിളിനെയും ഈ കൂട്ടുകാരെയൊക്കെ സൃഷ്ടിച്ച ദൈവമാണ് ഈ സ്വർഗത്തിൽ വസിക്കുന്നത്. ഈ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? ഈ ദൈവം നിത്യനായിരിക്കുന്ന ദൈവമാണ്. അതായത് ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവം. ഇപ്പം അങ്കിളാണെങ്കിൽ ഇന്നലെ ഒരു കുഞ്ഞായിരുന്നു, ഇന്നൊരു യുവാവാണ്, നാളെ ഒരു പ്രായത്തിലേക്ക് കടക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ജീവിതത്തിൽ മാറ്റമില്ല. അവൻ നിത്യനായിരിക്കുന്ന ദൈവമാണ്. അത് മാത്രമല്ല അങ്കിൾ. അല്ല, ഈ ദൈവം സ്നേഹവാനായിരിക്കുന്ന ദൈവം കൂടിയാണ്. എങ്ങനെയാണ് അങ്കിൾ സ്നേഹിക്കുന്നത്? ഈ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നിത്യമായ സ്നേഹം കൊണ്ടാണ്. നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ അങ്കിൾ? നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത സ്നേഹം. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ നമ്മൾ സ്നേഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. നമ്മുടെ കൂട്ടുകാർ നമ്മളെ സ്നേഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നിത്യമായി ഒരിക്കലും തീരാത്ത സ്നേഹം കൊണ്ടാണ്. ആണോ അങ്കിൾ? അതെ. ഈ ദൈവം സൃഷ്ടാവാണ്, സ്നേഹവാനാണ്. മാത്രമല്ല, ഈ ദൈവം സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. എന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞാൽ? അതായത് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിൻ്റെ ജനമാണ് ഇസ്രായേൽ ജനം. ആ ജനത്തിന് വേണ്ട ഭക്ഷണം കൊടുക്കാൻ, ആ ജനം പോകുന്ന വഴിക്ക് കടൽ വിഭാഗിച്ച് അവരെ സഹായിക്കുവാൻ, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുവാൻ ഈ ദൈവത്തിന് മാത്രമാണ് സാധിക്കുക. ആണോ അങ്കിൾ? അതെ.
മാത്രമല്ല ഈ ദൈവം സർവ്വവ്യാപിയായിരിക്കുന്ന ദൈവമാണ്, എല്ലായിടത്തുമുണ്ട്. ഒരു രാജാവ് പറയുന്നുണ്ട്, ഞാൻ എവിടെ പോയി ഒളിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്. അതെ അതെ, അങ്ങനെയെങ്കിൽ ഈ ദൈവമാണ് സ്വർഗത്തിൽ വസിക്കുന്നത്. ഈ ദൈവം നമ്മളെല്ലാം സ്നേഹിക്കുന്നു, നമ്മളെ കരുതുന്നു. അത് എത്ര വലിയ കാര്യമാണ് അല്ലേ? അതെ, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാമെല്ലാം സ്വർഗത്തിലെത്തണമെന്നുള്ളതാണ്. സ്വർഗത്തിലെത്തണമെങ്കിൽ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നല്ല കുട്ടികളായിട്ട് ജീവിക്കുക. ദൈവം അതിനായി സഹായിക്കട്ടെ. ഓക്കെ. ഇനി കത്തുകളുടെ ലോകം. ഇന്ന് വ്യത്യസ്തമായൊരു കത്താണ് ആലുവയിൽ നിന്ന് അമ്മു ജോൺ എഴുതിയിരിക്കുന്നത്. വായിക്കാം. ഡിയർ ജീസസ് കിഡ്സ്, ഒരു പ്രാർത്ഥനയ്ക്കായിട്ടാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ ക്ലാസ് ടീച്ചർ, ബേബി ടീച്ചർ തൈറോയിഡ് വന്ന ആശുപത്രിയിലാണ്. ഒരുപാട് കഥകളും പാട്ടുകളും പഠിപ്പിച്ചു തന്ന ബേബി ടീച്ചർ വേഗം അസുഖം മാറി വരുവാൻ എല്ലാ ജീസസ് കിഡ്സ് കൂട്ടുകാരും പ്രാർത്ഥിക്കണം എന്ന് അമ്മു ജോൺ, ആലുവ. ടീച്ചറിന് അസുഖം മാറാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾക്കും ഇതേപോലെ കത്തുകൾ അയക്കാം. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണുന്നവരെ ബൈ.